നമസ്കാരം. കോൺഗ്രസിലെ ക്രിക്കറ്റ് കളിയിൽ നിന്ന് വീണ് വാരിയലിന് പരിക്കേറ്റ് സ്വയം റിട്ടയേർഡ് ഹട്ടായ KPCC ക്യാപ്റ്റൻ ഒരു ഭാഗത്ത്, അടുത്ത ക്യാപ്റ്റൻ സ്ഥാനത്തിന് വേണ്ടി പാഡും കെട്ടി ബാറ്റും ബോളുമായി കോളിനോസ് ചിരികളുമായി ഞെട്ടി എന്നും ദൗർഭാഗ്യകരമെന്നുമുള്ള വാക്കുകളുമായി കൃത്രിമ ദുഃഖങ്ങളുടെ കമൻ്ററികളുമായി മൈതാനം നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നവർ മറുഭാഗത്ത്. മനസമാധാനത്തോടെ രാജിവെക്കാനും പറ്റാത്ത കാലത്ത് KPCC ആരോഗ്യം വീണ്ടെടുക്കുമോ എന്ന ചോദ്യത്തോടെ ഡെമോക്രസി തുടങ്ങുന്നു. ആദ്യം പ്രധാന രാജി നാടകങ്ങൾ. സുധീര രാജാവ് കേരള പ്രദേശ് കോൺഗ്രസ് രാജപദവി ഉപേക്ഷിച്ചു. എൻ്റെ രാജിക്കത്ത് ഇന്ന് തന്നെ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് അയക്കുകയാണ്. കരയരുത്, നീ കരഞ്ഞാൽ എൻ്റെ ബലം മുഴുവൻ പോകില്ല. ഇതൊന്നും സാരമില്ല. കാലികാലത്ത് നിനക്ക് ഉണ്ടാവും. സത്യാഹാരനെയും കണ്ണിക്കില്ല. പരിക്കേറ്റ മനസ്സും ശരീരവുമായി രാജിക്കത്തയച്ചു. വൈദ്യൻ കൽപ്പിച്ചു, രോഗിയെ കൊണ്ട് ഇച്ഛിപ്പിച്ചു. ഞെട്ടലിലും ദുഃഖത്തിലും ചെറുചിരി ഒളിപ്പിച്ച് നേതാക്കൾ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. പണ്ടനും പോയി പോട്ടും കിട്ടി. അയലേസാ കോൺഗ്രസിന്റെ മുഖം വികൃതമായെന്ന് പറയാതെ പറഞ്ഞ് AK ആന്റണി. ഉമ്മൻചാണ്ടി, സുധീരൻ, രമേശ് ചെന്നിത്തല. 3 സ്റ്റാർ. ഉമ്മൻചാണ്ടി, സുധീരൻ, രമേശ് ചെന്നിത്തല. ആ മൂന്നും കൂടെ കൂടിയാൽ എത്ര ബ്യൂട്ടിഫുൾ ഫേസാണ്. എത്ര അതിമനോഹരമായ ഒരു ഫേസ് അല്ലേ മൂന്നും കൂടി ചേർന്ന്. ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന് വരുത്തി തീർക്കാൻ അപേക്ഷകളുമായി നേതാക്കൾ. അല്ല, അതാര് വന്നാലും മുരളീധരനല്ല, എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഓരോ പേരുകളും അതിന് യോഗ്യർ തന്നെയാണ്. അപ്പോൾ ആര് വന്നാലും നമ്മൾ സ്വാഗതം ചെയ്യും. ഹൈക്കമാൻഡ് ആര് പറയണോ അവരെ നമ്മൾ അംഗീകരിക്കും. ശിവസേന ഗുണ്ടകൾ വിളയാടിയ മറൈൻ ഡ്രൈവിൽ പ്രതീകാത്മക പരസ്യ മൂത്രമൊഴിപ്പുമായി യുവാവ്. എനിക്ക് വയ്യായേ, ഞാനൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് കേരള പ്രദേശ് കോൺഗ്രസ് ഫുട്ബോൾ കളിയിൽ നിന്ന് സഹകളിക്കാരുടെ തന്നെ സെൽഫ് ഗോൾ ആക്രമണങ്ങളും ഇരുട്ടടികളും ഏറ്റുവാങ്ങി ആദർശധീരത ചികിത്സാ കിടക്കയിലേക്ക് തലചായ്ച്ച ദിവസം. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കേരള ആദർശ വിശുദ്ധിയിൽ AK ആന്റണിയോളം തന്നെ തലയെടുപ്പോടെ നിന്നിരുന്ന കൊമ്പനാന നെറ്റിപ്പട്ടവും വെഞ്ചാമരങ്ങളും മാറ്റിവെച്ച് പിൻവാങ്ങിയ ദിവസം. VM സുധീരനാണോ, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പിസത്തിനാണോ പരിക്ക്, ആർക്കാണ് ചികിത്സ വേണ്ടത് എന്നൊക്കെ ആലോചിച്ച് ദുഃഖിക്കാമെന്ന് കരുതിയെങ്കിൽ തെറ്റി. അടുത്ത ക്യാപ്റ്റൻ സ്ഥാനത്തിനു വേണ്ടിയുള്ള കളിനീക്കങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി എന്നും ദൗർഭാഗ്യകരമായ സംഭവമെന്നും മറ്റുമൊക്കെ പറഞ്ഞ് KM മുരളീധരനടക്കമുള്ളവർ വരുമ്പോൾ തന്നെത്താൻ കുത്തിച്ചാകണോ എന്ന് പരദൂഷണക്കാർ ചോദിച്ച ദിവസം. KPCC അധ്യക്ഷ പദവി ഒഴിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ രാജിക്കത്ത് ഇന്ന് തന്നെ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് അയക്കുകയാണ്. കരയരുത്, നീ കരഞ്ഞാൽ എൻ്റെ ബലം മുഴുവൻ പോകില്ലേ. ഇതൊന്നും സാരമില്ല. കാലികാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. സത്യാഹാരനെയും കണ്ണിപ്പെടില്ല. യാതൊരു ഇന്നർ പറ്റുന്നുകൊണ്ടല്ല, വേണമെങ്കിൽ എനിക്ക് തൽക്കാലത്തേക്ക് ലീവ് എടുക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചുമതലയേൽപ്പിക്കാം. പക്ഷെ അത് എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു സംഗതിയാണ്. ഞാൻ ആരോടും ആലോചിച്ചിട്ടില്ല. കാരണം ഇത് ആലോചിക്കാൻ പോയാൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ വരും. അതുകൊണ്ട് ഞാനിത് സ്വാതന്ത്ര്യം എടുക്കുകയാണ്. മറ്റാളുകൾക്ക് അവസരമൊരുക്കിക്കൊണ്ട് അതിനുള്ളൊരു സംവിധാനം AICC നേതൃത്വം ഉണ്ടാകട്ടെ.
സിംഗർ പ്രദാനം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, കരുതുന്നത്. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മണ്ട പൊട്ടനും പോയി പണ്ടനും പോയി പോട്ടും കിട്ടി അല്ലേ സാർ. സത്യത്തിൽ ഇപ്പോൾ എന്താണ് കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നത്? ആ പാർട്ടിയുടെ 3 സ്റ്റാർ പദവി നഷ്ടപ്പെട്ടിരിക്കുന്നു. 3 സ്റ്റാർ പദവി കേരളത്തിൽ കോൺഗ്രസിന് നിർവഹിച്ചു കൊടുത്ത AK ആന്റണിക്ക് ഇനി ആ പഴയ പദവി എങ്ങനെ പുനഃസ്ഥാപിക്കാൻ കഴിയും? ഉമ്മൻചാണ്ടി, സുധീരൻ, രമേശ് ചെന്നിത്തല 3 സ്റ്റാർ ഉമ്മൻചാണ്ടി, സുധീരൻ, രമേശ് ചെന്നിത്തല. ആ മൂന്നും കൂടെ കൂടിയാൽ എത്ര ബ്യൂട്ടിഫുൾ ഫേസാണ്, എത്ര അതിമനോഹരമായ ഒരു ഫേസ് അല്ലേ മൂന്നും കൂടി ചേർന്ന്. ഇനി അലസസുന്ദരമായ ഉമ്മൻചാണ്ടിയുടെയും അഴകിയ പൗഡർ ഫേഷ്യൽ സൗന്ദര്യമായ രമേശ് ചെന്നിത്തലയുടെയും ഇരുമുഖങ്ങൾക്കിടയിൽ എപ്പോഴും ആദർശത്തിൻ്റെ കാച്ചെണ്ണ തേച്ച് ചീകി വച്ചിരുന്ന മുഖവുമായി മറ്റാരുടെ മുഖം അല്ലെങ്കിൽ മുഖം മൂടിയാണ് പ്രതിഷ്ഠിക്കാൻ കഴിയുക? ഇതാ VM സുധീരൻ്റെ രാജി ഇവിടെ പ്രതിസന്ധി ഒന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളില്ലേ ഇവിടെ എന്ന സൂചനകളുമായി ആക്രമണോത്സുക കളികൾ പലരും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. യോഗ്യനായ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെയും UDFനെയും നയിക്കാൻ കഴിയുന്ന ശക്തനായ ഒരാളായിരിക്കും വരുന്നത്. പ്രതിസന്ധിയില്ല, പക്ഷേ രാജി ദൗർഭാഗ്യകരമായി. അല്ല, അതാര് വന്നാലും കെ മുരളീധരൻ എന്നല്ല, എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഓരോ പേരുകളും അതിന് യോഗ്യർ തന്നെയാണ്. അപ്പോൾ ആര് വന്നാലും നമ്മൾ സ്വാഗതം ചെയ്യും. ഹൈക്കമാൻഡ് ആര് പറയണോ അവരെ നമ്മൾ അംഗീകരിക്കും. കെ മുരളീധരൻ വളരെ വർഷങ്ങളായിട്ട് കോൺഗ്രസ് ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളാണല്ലോ. അദ്ദേഹം പഴയ KPC പ്രസിഡന്റും ആണല്ലോ. കോൺഗ്രസ് നേതാക്കന്മാരുടെ പാർട്ടിയാണ്. കഴിവുള്ള ധാരാളം ആളുകൾ ഈ നമ്മുടെ പാർട്ടിയിലുണ്ട്. നേതൃത്വത്തിന് ഒരു കുറവുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഒരു ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തീർത്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് ചോദ്യം ചെയ്യുന്ന ഒരു നടപടി ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. 2-3 മാസങ്ങൾ അദ്ദേഹത്തിന് പ്രവർത്തന രംഗത്ത് നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുന്നൊക്കെ ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിലും ഒരു രാജി എന്നുള്ള ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത, ആ രാജി ആരും ആവശ്യപ്പെട്ടതല്ല. ഈ സാഹചര്യത്തിൽ ഒരു ലീവ് എടുക്കുന്ന അടക്കമുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇത്ര കടുത്ത തീരുമാനം? ആദ്യം ആ തീരുമാനത്തിലേക്ക് പോയത് എനിക്കറിയില്ല. ഒരു വിശദമായിട്ടുള്ള ചർച്ചയ്ക്ക് നേരം കിട്ടിയിട്ടില്ല. ഏതായാലും അദ്ദേഹമായിട്ട് പേഴ്സണലായിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസ് ശക്തിപ്പെടേണ്ട ഒരു ഘട്ടമാണ്. പുതിയ പ്രസിഡന്റിനെ ഉടനെ പ്രഖ്യാപിക്കും. അത്തരത്തിൽ ഒരു സ്വാഭാവികമായി ആരായിരിക്കും? സ്വാഭാവികമായിട്ട് ഹൈക്കമാൻഡ് ലീഡേഴ്സുമായിട്ട് ആലോചിച്ച് പെട്ടെന്ന് തന്നെ തീരുമാനം പ്രഖ്യാപിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ളൊരു ജനമുന്നേറ്റത്തിൻ്റെ സാഹചര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ധിക്കാരപരമായിട്ടുള്ള നടപടികൾ കാരണം 2 ദിവസം നിയമസഭയിൽ തന്നെ ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരു ശക്തമായിട്ടുള്ള നേതൃത്വം കേരളത്തിൽ പാർട്ടിക്ക് അത്യാവശ്യമാണ്. ഉടൻ തന്നെയുള്ള രാജി എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും കോൺഗ്രസ്? പ്രതിസന്ധിയില്ല, പക്ഷേ രാജി ദൗർഭാഗ്യകരമായി. ഇതിനെല്ലാം ഇടയിൽ ശവത്തിൽ കുത്തിനോവിക്കാൻ വരുന്ന സാമുദായിക ജീവികളുമുണ്ട്. എന്തിന് പിറകിലും ഉടമസ്ഥാവകാശം സ്ഥാപിക്കാറുള്ള അതേ പഴയ സാമുദായിക മമ്മൂഞ്ഞുമാർ. KPCC അധ്യക്ഷ പദവി ഒഴിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നന്നായി. എൻ്റെ രാജിക്കത്ത് ഇന്ന് തന്നെ കോൺഗ്രസ് അധ്യക്ഷയ്ക്ക് അയക്കുകയാണ്. കോൺഗ്രസിൽ നന്നായി. വേണമെങ്കിൽ എനിക്ക് തൽക്കാലത്തേക്ക് ലീവ് എടുക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചുമതലയേൽപ്പിക്കാം. പക്ഷെ അത് എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു സംഗതിയാണ്. ഞാൻ ആരോടും ആലോചിച്ചിട്ടില്ല. കാരണം ഇത് ആലോചിക്കാൻ പോയാൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ വരും. അയാൾ പോയാലല്ലാതെ കോൺഗ്രസ് രക്ഷപ്പെടത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. അതുകൊണ്ട് ഞാൻ ഇതിന് സ്വാതന്ത്ര്യം എടുക്കുകയാണ്. കോൺഗ്രസിന് ഇനി ഒരു നല്ല കാലം വരാൻ പോകും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു രാജിയുടെ ആവശ്യമില്ല. അസുഖമാണെങ്കിൽ നമുക്ക് ആരെങ്കിലും വൈസ് പ്രസിഡന്റുമാർക്ക് നമുക്ക് ചാർജ് കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം രാജിയിൽ അത് ഉറച്ചു നിൽക്കുകയായിരുന്നു ഉണ്ടായത്. ഒരു തെറ്റില്ല. ഇക്കാര്യത്തിലൊക്കെ അദ്ദേഹം അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഞാൻ സമ്മർദ്ദം ചെലുത്തിയിട്ടും അദ്ദേഹത്തിന് അതിൽ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെ, ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ, അയാൾ പോയാലല്ലാതെ കോൺഗ്രസ് രക്ഷപ്പെടത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആരിനി അടുത്ത പ്രസിഡന്റിനുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അത് ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ഒരു നല്ല കാലം തുടങ്ങിയത് എൻ്റെ അർത്ഥം. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളല്ല അദ്ദേഹത്തിന്റെ രാജിക്ക് കാരണം, അദ്ദേഹത്തിന്റെ ആരോഗ്യ കാര്യങ്ങളാണ്. ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, VM സുധീരൻ KPC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാലും കോൺഗ്രസിന്റെയും UDFന്റെയും നേതൃനിരകളിൽ തന്നെ ഉണ്ടാകും. അദ്ദേഹത്തിന് വയ്യ. ആർക്കെങ്കിലും വേണോ? ഏക്കും വേണ്ട ഐക്യം വേണ്ടാത്ത ഈ ആള് നേരത്തെ തന്നെ മാന്യമായി പറഞ്ഞു പോയിരുന്നെങ്കിൽ മാന്യത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കുറവ് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു രീതി, അദ്ദേഹത്തിൻ്റെ ഒരു ആദർശധീരത ഇഷ്ടപ്പെടുന്ന വളരെയധികം ആളുകൾ കോൺഗ്രസ്സിലുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണത്.
ഇവിടെ ആർക്ക് വേണം? ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട ആളെന്താണ് മൂന്നാമതൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയല്ലേ ഇവിടെ ചെയ്തത്? VM സുധീരൻ ഇങ്ങനെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയുള്ള ഇരുട്ടടികളേറ്റ് വീണ് കിടക്കുമ്പോൾ ഇതിനേക്കാൾ ചവിട്ടും തൊഴിയുമേറ്റ VS ഇതേ ദിവസം എന്ത് ചെയ്യുകയായിരുന്നു? ഒരു മുസ്ലിം പവർ എക്സ്ട്രയുടെയും സഹായമില്ലാതെ വാളയാറിലേക്ക് യാത്ര പോയി പിണറായിയുടെ ആഭ്യന്തരത്തെ വെല്ലുവിളിക്കുകയായിരുന്നു. ആ അലർച്ച ഇടവേളയ്ക്ക് ശേഷം.